ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദിസ് കീവേഡിനെ പറ്റിയാണ്. ജാവാസ്ക്രിപ്റ്റിൽ ദിസ് എന്നുള്ള കീവേഡ് നിങ്ങൾ എവിടെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇത് ഇൻ്റർവ്യൂവിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 99% നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ ഇത് ചോദിക്കും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഏതൊക്കെ കേസിലാണ് ദിസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഇൻട്രൊഡക്ഷൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പം ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു ദിസിൻ്റെ വാല്യൂ ഓരോ കണ്ടക്സ്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഏതെല്ലാം കണ്ടക്സ്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ ചെറിയൊരു നോട്ടാക്കി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് റെഗുലർ ഫംഗ്ഷൻ. റെഗുലർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ദിസ് യൂസ് ചെയ്യുമ്പം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റിൽ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ എങ്ങനെ, ഏരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പം കൺസ്ട്രക്ടർ എങ്ങനെ, ക്ലാസ് മെത്തേഡ് എങ്ങനെ, അതേപോലെ ഇവൻ്റ് ഹാൻഡ്ലർ. ആക്ച്വലി കൺസ്ട്രക്ടർ അല്ല, കൺസ്ട്രക്ടർ ഫംഗ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് റെഗുലർ ഫംഗ്ഷൻ. അപ്പം ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു this.json ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നമുക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഗ്രീറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഗ്രീറ്റ്, ഇതിൻ്റെ ഉള്ളിൽ console.log ഓഫ് ദിസ് എന്ന് കൊടുക്കാം. ഗ്രീറ്റ് ഇൻവോക്ക് ചെയ്യാം. ഗ്രീറ്റ് ഇവിടെ ഇൻവോക്ക് ചെയ്തു. എന്നിട്ട് ഈ ഫയൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് എന്താണ്? ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ്. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നോഡ് JSൽ നിങ്ങൾ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. എങ്ങനെ? റെഗുലർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ദിസ് കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഒബ്ജക്റ്റിൻ, അതായത് നോഡ് JSൻ്റെ ഗ്ലോബൽ ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് യൂട്ടിൽസ് മെത്തേഡ്സ് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് ക്ലിയർ ഇൻ്റർവെൽ, ക്ലിയർ ടൈം ഔട്ട്, സെറ്റ് ഇൻ്റർവെൽ, സെറ്റ് ടൈം ഔട്ട്, ഇങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസും അതേപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോഡ് JSൻ്റെ ഗ്ലോബൽ ഒബ്ജക്റ്റിൽ കിട്ടും. പക്ഷേ നിങ്ങൾ ഈ സെയിം ഫങ്ഷൻ ഒരു ജാവാസ്ക്രിപ്റ്റ്, അതായത് ഇൻസൈഡ് ഒരു എന്താ പറയുക, ഒരു HTML സ്ക്രിപ്റ്റിലൊക്കെ നിങ്ങൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ദിസ് പോയിന്റ് ചെയ്യുന്നത് വിൻഡോ ഒബ്ജക്റ്റിനായിരിക്കും. വിൻഡോ ഒബ്ജക്റ്റ് നത്തിങ് ബട്ട് ബ്രൗസർ. നോഡ് JS ബ്രൗസറിന്റെ പുറത്താണ് എക്സിക്യൂട്ട് ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ, ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിങ്ങൾ ദിസ് യൂസ് ചെയ്യുമ്പോൾ അത് പോയിന്റ് ചെയ്യുന്നത് വിൻഡോ ഒബ്ജക്റ്റിനായിരിക്കും. ആ വിൻഡോ ഒബ്ജക്റ്റിൽ ബ്രൗസറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പം അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു index.html ഇവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസൈഡ് ബോഡി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തിട്ട് ഈ സെയിം ഫംഗ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയിടാം, ഗ്രീറ്റ്. ഓക്കെ, എന്നിട്ട് ഗ്രീറ്റ് ഇവിടെ കോൾ ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റും കൂടി കൊടുക്കാം, ദിസ് ഇൻ ബ്രൗസർ. ഓക്കെ, ഇനി നമുക്ക് ഈ HTML എന്ത് ചെയ്യാം? HTML ഫയൽ ഒന്ന് സെർവ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലൈവ് സെർവർ എന്ന എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് HTML ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ, കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദിസ് ഇൻ ബ്രൗസർ, ഇവിടെ വിൻഡോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് വിൻഡോ ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അലേർട്ട്, ബ്ലർ, ക്യാഷസ്, അതേപോലെ ഫെച്ച് മെത്തേഡ്, അങ്ങനെ ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് യൂട്ടിലിറ്റി മെത്തേഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് DOM മാനിപ്പുലേഷൻ നടത്താൻ എളുപ്പമാണ്. ഓക്കെ, ഇനി ഈ രണ്ട് കേസിലും നമ്മളിപ്പോൾ റൺ ചെയ്തിരിക്കുന്നത് നോൺ സ്ട്രിക്റ്റ് മോഡിലാണ്. ഇനി നമുക്ക് സ്ട്രിക്റ്റ് മോഡിൽ ഇത് രണ്ടും റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോഡ് JSൻ്റെ നമുക്ക് സ്ട്രിക്റ്റ് മോഡിൽ റൺ ചെയ്യാം. അതിന് യൂസ്ട്രിക്റ്റ് എന്ന് ഇവിടെ കൊടുക്കണം. യൂസ്ട്രിക്റ്റ് എന്ന് കൊടുത്തിട്ട് സെയിം സാധനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോറി ഇത് സേവ് ചെയ്തില്ല,
ചെയ്താൽ നമുക്ക് അൺഡിഫൈൻഡ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് മോഡ്. അപ്പം സ്ട്രിക്റ്റ് മോഡിൽ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സെർട്ടൈൻ ആക്ഷൻസ് നമ്മൾ പ്രിവെന്റ് ചെയ്യും. അപ്പം അത് എന്താ പറയുക, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഡിൻ്റെ അകത്ത് എന്തെങ്കിലും എന്താ പറയുക, നോർമൽ വേയിൽ നമ്മൾ കോഡ് ചെയ്യുന്നത് എന്താ അതിന് കറക്റ്റുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സേഫ്റ്റി ചെക്ക് എന്ന് ഒക്കെ പറയും. നമ്മൾ കോഡ് എഴുതുമ്പം അത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ട്, അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ അത് ചെയ്യണം, എങ്കിലത് കുറച്ചുകൂടി സേഫ് ആണെന്ന് ഉറപ്പ് വരുത്താം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് യൂസ്ട്രിക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിന് വേറൊരു എക്സാമ്പിൾ ഞാൻ തരാം, ഇതല്ലാണ്ട് വേറൊരു എക്സാമ്പിൾ തരാം. ഇപ്പം ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഒരു വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു 10. ഞാനിത് എക്സിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, സാധാരണ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ടൈപ്പും കൂടി കൊടുക്കുക, അല്ലെങ്കിൽ ലെറ്റ് വാർ കോൺസ്റ്റ് അങ്ങനെ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുക, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. പക്ഷെ ഇവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ലെറ്റും കോൺസ്റ്റും വാറും ഒന്നും യൂസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് ഒരു എക്സ് എന്നുള്ള വേരിയബിൾ കൊടുത്തു, അസൈൻ ചെയ്തു, അത് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. കാരണം ഇവിടെ ഇത് വർക്ക് ചെയ്യും, ഇത് വാലിഡ് ആണ്. പക്ഷേ നിങ്ങൾ സ്ട്രിക്റ്റ് മോഡിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെഫറൻസ് എറർ കിട്ടും, എക്സ് ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാം? ലെറ്റ് എക്സ് എന്ന് കൊടുത്താൽ ഇത് ഫിക്സ് ആവും. ഒന്നുകൂടി റീറൺ ചെയ്യുന്നു, അപ്പോൾ അത് ഫിക്സ് ആവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിക്റ്റ് മോഡിൽ കോഡുകൾ റൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ സെയിം അപ്ലിക്കബിൾ ആണ് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത്. ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഇപ്പം നേരത്തെ കണ്ട പോലെ ബ്രൗസറിൽ ദിസിന്റെ വിൻഡോ ഒബ്ജക്റ്റിൽ പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് സ്ട്രിക്റ്റ് മോഡിലാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. യു സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുക, എന്നിട്ട് ഇവിടെ പോവുക. ഇത് ഓൾറെഡി റിഫ്രഷ് ആയി, കാരണം ലൈവ് സെർവർ ഉള്ളതുകൊണ്ടാണ് ഓട്ടോ റിഫ്രഷ് ആയത്. അവിടെ ചേഞ്ച് വന്നു, അപ്പോൾ ഓട്ടോ റിഫ്രഷ് ആവും. അപ്പം ദിസ് ഇൻ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ്, നമുക്ക് വിൻഡോ ഒബ്ജക്റ്റിന് ആക്സസിബിൾ അല്ല. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റെഗുലർ ഫംഗ്ഷൻ്റെ അകത്ത് സ്ട്രിക്റ്റ് മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഗ്ലോബൽ ഒബ്ജക്റ്റോ വിൻഡോ ഒബ്ജക്റ്റോ ആക്സസിബിൾ കിട്ടില്ല, അത് അൺഡിഫൈൻഡ് ആയിരിക്കും. സ്ട്രിക്റ്റ് മോഡിൽ അല്ല എങ്കിൽ റെഗുലർ ഫംഗ്ഷനിൽ ദിസ് യൂസ് ചെയ്യുമ്പം അത് പോയിന്റ് ചെയ്യുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വിൻഡോ ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കണ്ടക്സ്റ്റിൽ എങ്ങനെയാണ് ദിസ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം റെഗുലർ ഫംഗ്ഷനിൽ എങ്ങനെയാണ് ദിസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് ഏതാണ്? ഒബ്ജക്റ്റ് മെത്തേഡ്. ഇനി ഒബ്ജക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ദിസ് വർക്ക് ചെയ്യുന്നത് കൂടി നോക്കാം. അതിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഗ്രീറ്റ് ഇസ് ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ ഒരു മെത്തേഡ് വേണം. മെത്തേഡിൻ്റെ പേരെന്താ? വെൽക്കം എന്ന് കൊടുക്കാം. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിന് മെത്തേഡ്സ് എന്നാണ് പറയുക, അല്ലാണ്ട് ഫംഗ്ഷൻ എന്നല്ല എല്ലാവരും വിളിക്കുക, മെത്തേഡ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിൻ്റെ ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ console.log ദിസ് എന്ന് കൊടുക്കണോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടിയും കൂടി അപ്പെൻഡ് ചെയ്യാം. ജസ്റ്റ് നെയിം എന്ന് കൊടുക്കാം, എന്തെങ്കിലും റാൻഡം നെയിം. ഓക്കെ, എന്നിട്ട് ഈ വെൽക്കം എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം? ദിസ് ഡോട്ട് നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഗ്രീറ്റ് ഡോട്ട് വെൽക്കം കോൾ ചെയ്യുക. കോൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെക് എന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അതിൽ ദിസ് പോയിന്റ് ചെയ്യുന്നത്
ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിവിടെ ദിസ് ഡോട്ട് നെയിം ടെക് എന്ന് പ്രിന്റ് ചെയ്തത്. അപ്പോൾ ദിസ് ഡോട്ട് ടെക്കിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ഡോട്ട് നെയിമിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടെക് ആണ്. അപ്പോൾ ഈ ദിസ് പോയിന്റ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റിനാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഇവിടെ നെയിം ഒഴിവാക്കി ദിസ് മാത്രം പ്രിന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീറ്റ് എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. ഗ്രീറ്റിൽ 2 പ്രോപ്പർട്ടീസ്, ഒന്ന് നെയിം, അതേപോലെ വെൽക്കം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പം നമ്മളിവിടെ ഫംഗ്ഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ഒരു ഫംഗ്ഷൻ എറോ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതെങ്ങനെ ബിഹേവ് ചെയ്യാൻ നോക്കാം. അതിനിവിടെ ഈ ഫംഗ്ഷൻ നോർമൽ ഫംഗ്ഷൻ ഒരു എറോ ഫംഗ്ഷൻ ആക്കി മാറ്റി. ഓക്കെ, ഇനി ഈ ദിസിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ദിസിന്റെ വാല്യൂ ഒന്നുമില്ല. അതായത് ദിസ് പോയിന്റ് ചെയ്യുന്നത് നത്തിങ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എറോ ഫംഗ്ഷന് ബൈ ഡിഫോൾട്ടായിട്ട് ദിസ് ഉണ്ടാവില്ല. അപ്പം ദിസ് പ്രിന്റ് ചെയ്യുന്നത് ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി ഈ എറോ ഫംഗ്ഷന്റെ ഉള്ളിൽ ഈ ഒരു നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്സസിബിൾ ആകണമെങ്കിൽ ഈ ഒരു മെത്തേഡിനെ വേറെ രീതിയിൽ എഴുതണം. അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിനെ ആദ്യം എഴുതിയില്ലേ, ഫംഗ്ഷൻ എഴുതിയില്ലേ, അതേപോലെ തന്നെ വെക്കുക. ഫംഗ്ഷൻ ഇങ്ങനെ തന്നെ വെച്ച, എന്നിട്ട് ഇതിലൊരു പുതിയൊരു എറോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്താ പറയുക, ജസ്റ്റ് GRT എന്തെങ്കിലും ഗ്രീറ്റ്, ഇവിടെ ഒരു എറോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ എറോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിങ്ങൾ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ദിസ് ഓഫ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഇവിടെ വിളിക്കുക. എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് വിളിക്കുക, എന്നിട്ട് ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക് എന്ന് കിട്ടും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എറോ ഫംഗ്ഷൻ വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എറോ ഫംഗ്ഷന് സ്വന്തമായിട്ട് ദിസ് എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് എംപ്റ്റി ഒബ്ജക്റ്റ് വരുന്നത്. പക്ഷേ ഒരു എറോ ഫംഗ്ഷനിൽ ദിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എറോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ദിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ദിസിൻ്റെ വാല്യൂ ആണ് ഈ എറോ ഫംഗ്ഷൻ റെഫർ ചെയ്യുക. സറൗണ്ടിങ് ഈ ഒരു എറോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഏതിൻ്റെ ഉള്ളിലാണ്? ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് നോർമൽ ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ആക്സസ് ഉണ്ട്? ദിസിന് ആക്സസ് ഉണ്ട്. കാരണം ഇവിടെ ദിസ് എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ മേലത്തെ ഈ ഒബ്ജക്റ്റിനാണ്. അപ്പം ഈ ഒരു ദിസിനെ ആയിരിക്കും ഈ ഒരു എറോ ഫംഗ്ഷൻ റെഫർ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്സസിബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റിൽ ഒരു മെത്തേഡ് ഉണ്ടാകുന്ന ടൈമിൽ അത് എറോ ഫംഗ്ഷൻ അല്ല എങ്കിൽ ദിസ് പോയിന്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ആയിരിക്കും. ഇനി എറോ ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ അത് പോയിന്റ് ചെയ്യുന്നത് സറൗണ്ടിങ്ങിലുള്ള ദിസിനെ ആയിരിക്കും. അപ്പം ഈ ഒരു കേസിൽ ഈ ഫംഗ്ഷൻ്റെ ദിസിനെ റെഫർ ചെയ്തിട്ട് അതിലെ പ്രോപ്പർട്ടീസ് നമുക്ക് ആക്സസിബിൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇവിടെ 2 എണ്ണം കഴിഞ്ഞു. എറോ ഫംഗ്ഷനിലും ഒബ്ജക്റ്റ് മെത്തേഡിലും എങ്ങനെയാണ് ദിസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം, അതായത് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ. ഓക്കെ.